ഇന്ന് നമ്മൾ നിങ്ങളുടെ ഹാഫ് ഇയർലി എക്സാമിനേഷൻ കെമിസ്ട്രീൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ്. ഇവിടെ നിങ്ങൾക്ക് സാധാരണ വരുന്നത് ആദ്യത്തെ ചോദ്യം മുതൽ നാലാമത്തെ ചോദ്യം വരെ MCQ ടൈപ്പായിരിക്കും. അപ്പം അതിൽ വരാൻ സാധ്യത അസേർഷനും റീസണും അല്ലേ. അപ്പം നിങ്ങൾ നല്ലോണം അസേർഷനും റീസണും രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് കറക്റ്റായിട്ട് വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയിട്ട് അതിൽ രണ്ടും ട്രൂ ആണോ ഫോൾസ് ആണ് അത് നമ്മൾ ആദ്യം തീരുമാനിക്കുക. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ തന്ന ഭാഗമുണ്ടല്ലോ 3, 4, 5 ഒക്കെ അതിലേതാണ് കറക്റ്റ് എന്നുള്ള നമ്മൾ തീരുമാനിക്കുക. അതിൻ്റെ ശേഷമാണ് ഓക്കെ. അപ്പം ആദ്യം നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ്സ് നല്ലോണം വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം നമുക്ക് ഇതിൻ്റെ ആൻസറിലേക്ക് പോയാൽ മതി. അപ്പോൾ ഫസ്റ്റ് എന്താ അവിടെ, എ ഗ്യാസ് ഹാവിങ് എ വോള്യൂം ഓഫ് 44 liters at 1 atmosphere pressure will compress to 11 liter at 4 atmospheric pressure. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ 44 ലിറ്റർ ഒരു ഗ്യാസ് ഉണ്ട്, അതിൻ്റെ വോള്യൂം 44 ലിറ്ററാണ് ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ. അതിന് നമ്മൾ കംപ്രസ് ചെയ്യുകയാണെങ്കിൽ 4 അറ്റ്മോസ്ഫിയർ പ്രഷറിൽ വെച്ച് നമ്മളതിനെ കംപ്രസ് ചെയ്യുമ്പം അത് 11 ലിറ്റേഴ്സ് ആയിട്ട് ചുരുങ്ങും എന്നാണ് ഫസ്റ്റ് അസേർഷനിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി അതിൻ്റെ സെക്കൻഡ് റീസൺ നോക്കാം. അക്കോർഡിംഗ് ടു ബോയിൽസ് ലോ P1 V1 is equal to P2 V2 which among the following is correct. നമുക്ക് ഓൾറെഡി പഠിച്ചതാണ്. ബോയിൽസ് ലോ എന്തിൻ്റെ റിലേഷനാണ് കാണിക്കുന്നത്, അപ്പം രണ്ട് വോള്യൂം ഉണ്ടോ, നമ്മൾ അതിനെ കംപ്രസ് ചെയ്യുന്നതിന് മുന്നേ കംപ്രസ് ചെയ്തതിന് ശേഷം അപ്പോൾ അതിൻ്റെ പ്രഷറും വോള്യൂമും ഫസ്റ്റ് എത്രയായിരുന്നോ അത്ര തന്നെ ആയിരിക്കും പ്രഷറിൻ്റെയും വോള്യത്തിൻ്റെ പ്രൊഡക്റ്റ്. നമ്മളതിൻ്റെ കംപ്രഷനൊക്കെ ചെയ്ത ശേഷം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു മാറ്റം ഉണ്ടാവില്ല അല്ലേ. അതാണ് ബോയിൽസ് ലോ. അപ്പോൾ ഇവിടെയും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, ഇവിടെ P1 എത്രയാണ്, 1 അറ്റ്മോസ്ഫിയർ ആണ്, വോള്യം എത്രയാണ്, 44 ആണ്. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ P2 എത്രയാണ്, P2 4 ആണ്. സെക്കൻഡ് ചെയ്യുമ്പം പ്രഷർ സെക്കൻഡ് കണ്ടീഷനിൽ പ്രഷർ 4ഉം വോള്യം എത്രയാണ്, 11 ആണ്. ശരിയല്ലേ. 1 × 44 എത്രയാണ്, 44 ആണ്. ഇവിടെ 4 × 11 44, സെയിം അല്ലേ. അപ്പോൾ ഇവിടെ ബോയിൽസ് ലോ ഒബേ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് മനസ്സിലായി തന്ന അസേർഷൻ ഈ റീസൺ അതിനെ കറക്റ്റായിട്ട് എക്സ്പ്ലെയിനും ചെയ്യുന്നുണ്ട് അല്ലേ. അസേർഷൻ റീസണും കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, റീസൺ അസേർഷനെ കറക്റ്റായിട്ട് എക്സ്പ്ലെയിനും ചെയ്യുന്നുണ്ട്. ശരിയല്ലേ. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്താ വരിക, ഓപ്ഷൻ എ ആണ്. അതായത് മൂന്നാമത്തെ തന്ന ഈ ഓപ്ഷനാണ് കറക്റ്റ് വരിക. ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ആൻഡ് ആർ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ഞാനിപ്പോൾ ഇവിടെ ചെയ്ത് കാണിച്ചാൽ കറക്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പം ഓപ്ഷൻ എ ആണ് കറക്റ്റ്. രണ്ടും ട്രൂ ആണ്. ആറ് കറക്റ്റ് എക്സ്പ്ലനേഷൻ എക്ക് കൊടുക്കുന്നുണ്ട്. ക്ലിയർ ആയല്ലോ. ഇനി ഇവിടെ സെക്കൻഡ് ക്വസ്റ്റൻ എന്താ, സം സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഗിവൺ ബിലോ റിഗാർഡിംഗ് ദ എലമെൻറ്റ് വിത്ത് അറ്റോമിക് നമ്പർ 24. 24 അറ്റോമിക് നമ്പർ വരുന്ന ഒരു എലമെൻറ്റിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താ, സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദിസ് എലമെൻറ്റ് ഇസ് 1s2 2s2 2p6 3s2 3p6 3d4 4s2. എന്നിട്ട് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്ന് വായിച്ചു നോക്കി. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ, ലാസ്റ്റ് ഇലക്ട്രോൺ എൻറ്റേഴ്സ് ദ ഡി സബ്ഷെൽ. ലാസ്റ്റ് ഇലക്ട്രോൺ ഡി സബ്ഷെല്ലാണ് എൻറ്റർ ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട്. ഓക്കെ. പിന്നെ ദ എൽ വാല്യൂ ഓഫ് ദ സബ്ഷെൽ വേർ ദ ലാസ്റ്റ് ഇലക്ട്രോൺ എൻറ്റേഴ്സ് ഇസ് 1. ഓക്കെ. വാല്യൂ ഓഫ് സബ്ഷെൽ വേർ ദ ലാസ്റ്റ് ഇലക്ട്രോൺ എൻറ്റേഴ്സ് ഇസ് 1 എന്ന് പറയുന്നുണ്ട്. ദ സബ്ഷെൽ കണ്ടെയ്നിങ് ദ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺ ഹാസ് 5 ഓർബിറ്റൽസ്. അപ്പോൾ ഈ 4 സ്റ്റേറ്റ്മെൻറ്റിൽ ഏതൊക്കെയാണ് കറക്റ്റ് ഏതൊക്കെയാണ് റോങ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് മുന്നേ ഈ 24 എന്ന് പറയുന്ന ആറ്റോമിക് നമ്പർ വരുമ്പം അവിടെ ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇപ്പം നിങ്ങളവിടെ തന്ന ഇതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൽ ഈ ഡി സബ്ഷെൽ ഉണ്ടല്ലോ, ഈ ഡി സബ്ഷെൽ ഒരു പ്രത്യേകത ഉണ്ട്. അത് ഹാഫ് ഫിൽഡായി കഴിഞ്ഞാൽ നമുക്കറിയാം ഡി സബ്ഷെൽ മാക്സിമം 10 ഇലക്ട്രോൺസ് ഫില്ലാവാം. അപ്പോൾ ഇതിൻ്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അത് എത്ര വരണം, ഡീൻ്റെ വാല്യൂ 5 ആവുകയാണെങ്കിൽ പാർഷ്യലി ഫിൽഡ്, അതായത് പകുതി ഫില്ലാവുകയാണെങ്കിൽ ഡി സബ്ഷെൽ വിൽ ബി സ്റ്റേബിൾ. എപ്പോഴും എല്ലാവരും സ്റ്റേബിൾ ആവാനാണ് നോക്കുക അല്ലേ, മാറ്റമില്ലാതെ അതങ്ങനെ സ്റ്റേബിളായിട്ട് നിൽക്കാനാണ് എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനൊരു ചാൻസ് കിട്ടുമ്പം ഈ 24 എന്ന് പറയുന്ന ആറ്റോമിക് നമ്പർ വരുമ്പോൾ ഒരു പ്രത്യേകതയാണിത്. അതെന്താ ചെയ്യുക വെച്ചാൽ നമ്മളിവിടെ എഴുതിയ ഇതിൻ്റെ കാട്ടിയും
ഇവർ സ്റ്റേബിൾ ആവുക എപ്പോഴാണ്? ഡീൻ്റെ അകത്ത് 5 വരുമ്പോഴാണെന്ന് പറഞ്ഞു അല്ലേ. ഡി സബ്ഷെല്ലിൻ്റെ അകത്ത് 5 ഇലക്ട്രോൺസ് വരുമ്പോഴാണ് ഇത് മോർ സ്റ്റേബിൾ എന്ന് പറയുന്നത് കൊണ്ട് ഇവർ എൻ്റർ ചെയ്യുന്നത് എങ്ങനെയാണ്? 1s2 2s2 2p6 3s2 3p6. ഇപ്പോൾ സ്റ്റേബിൾ ആവണമെങ്കിൽ ഡിയിൽ എത്ര വരണം? 5 വരണം. 3d5 ആൻഡ് ദെൻ 4s1. ഇതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. D5 ആയിക്കഴിഞ്ഞാൽ ആ എലമെൻറ്റ് എന്തായിരിക്കും? കുറച്ചും കൂടി സ്ട്രോങ്ങർ ആയിരിക്കും, അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിരിക്കും. അതുകൊണ്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക. അപ്പം ഈ ഫസ്റ്റ് ഇവർ തന്ന സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ശരിയാണോ? അല്ല അല്ലേ. ഇതല്ല ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഇതാണ്. അപ്പോൾ നമുക്കൊന്ന് മനസ്സിലായി, സ്റ്റേറ്റ്മെൻറ്റ് 1 ഇസ് റോങ്. സ്റ്റേറ്റ്മെൻറ്റ് 1 റോങ് ആണ് അല്ലേ. പിന്നെ ലാസ്റ്റ് ഇലക്ട്രോൺ എൻറ്റേഴ്സ് ഡി സബ്ഷെൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇലക്ട്രോൺസ് എൻറ്റർ ചെയ്യുന്നത് ഡി സബ്ഷെല്ലിലാണെന്നുള്ളത്. ഡി സബ്ഷെല്ലിലാണ്, കാരണം 4s1ൻ്റെ എനർജി കുറവാണ്. അപ്പം ആദ്യം 4s1 പോയി ബാക്കി 3d5 എൻ്റർ ആവും. ഓക്കെ, 3d5 പിന്നെ അത് കയറുക. 3d5 ലാസ്റ്റ് കയറുന്നത്. അപ്പം ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. പിന്നെ തേർഡ് എന്താ? ദ വാല്യൂ ഓഫ് സബ്ഷെൽ വേർ ദ ലാസ്റ്റ് ഇലക്ട്രോൺ എൻറ്റേഴ്സ് ഈസ് 1. ഇവിടെ ഒരു എൽ വാല്യൂ എന്ന് കാണുന്നുണ്ട്. അതെന്താണ് ക്ലിയർ ആയില്ല. ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. വാല്യൂ ഓഫ് ദ സബ്ഷെൽ വേർ ദ ലാസ്റ്റ് ഇലക്ട്രോൺ എൻറ്റേഴ്സ് ഈസ് 1 അല്ല, 1 ആണ് വാല്യൂ. പക്ഷേ ഇവിടെ ഒരു സംശയം വന്നുകൊണ്ട് അവിടെ നിൽക്കട്ടെ, നമുക്ക് 4 നോക്കാം. ദ സബ്ഷെൽ കണ്ടെയ്നിങ് ദ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺ ഹാസ് 5 ഓർബിറ്റൽസ്. അല്ല, ഇവിടെ 5 ഓർബിറ്റൽസ് ഉണ്ട്, ശരിയല്ലേ? 5 ഓർബിറ്റൽസ് വരുന്നുണ്ട്. സബ്ഷെൽ കണ്ടെയ്നിങ് ദ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺ ഹാസ് 5 ഓർബിറ്റൽസ്. ഔട്ടർമോസ്റ്റ് കയറുന്ന എവിടെയാണ്? ഡി അല്ലേ. അതിന് 5 ഓർബിറ്റൽസ് വരുന്നുണ്ട്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കറക്റ്റ് കിട്ടിയത് ഏതാ? 1 ആൻഡ് 4 കറക്റ്റായി നമുക്ക് തോന്നുന്നുണ്ട്. സോറി, 2 ആൻഡ് 4, 1 അല്ല, 2 ആൻഡ് 4. നമുക്കിവിടെ 2ഉം 4ഉം കറക്റ്റാണ് കിട്ടി. അപ്പോൾ ഇതിൽ 2ഉം 4ഉം കറക്റ്റ് വരുന്നത് എവിടെയാണ്? 1 is not correct, 2, 3, 4 are correct, 1 and 3 are not correct, but 2 and 4 are correct. കണ്ടോ? അപ്പോൾ ഇതിൽ ഇവിടെ ഒരു കൺഫ്യൂഷൻ വന്നുകൊണ്ടാണ് ഞാനത് പിന്നെ പറയാമെന്ന് പറഞ്ഞത്. അപ്പം ഇതിൻ്റെ അർത്ഥം ഇതിലെന്തോ മിസ്റ്റേക്ക് ഉണ്ട്. ഈ 1 എന്താണെന്ന് എനിക്ക് ക്ലിയർ ആയില്ല. അപ്പം 1ഉം 3ഉം റോങ് ആണ്. ഓക്കെ, 1 and 3 are wrong, അല്ലെങ്കിൽ നോട്ട് കറക്റ്റ്, ബട്ട് 2 and 4 are correct. മനസ്സിലായല്ലോ? ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ആൻ എസിഡിക് സോൾട്ട്. അപ്പോൾ ഇവിടെ എസിഡിക് സോൾട്ട് ഏതാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, സോൾട്ടിൻ്റെ നേച്ചർ എസിഡിക് ആണോ ബേസിക് ആണോ ന്യൂട്രൽ ആണോ നമ്മൾ മനസ്സിലാക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ സോൾട്ട് എവിടെ നിന്നാണ്, ഏതിൽ നിന്നൊക്കെയാണ് ഫോം ചെയ്തതെന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ്. അപ്പം ഈ സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഉപ്പ് എന്ന് പറഞ്ഞ സാധനം ഒരു ന്യൂട്രൽ സാധനമാണ്. സോഡിയം ക്ലോറൈഡ് ഫോം ചെയ്തിട്ടുള്ളത് സോഡിയം ഹൈഡ്രോക്സൈഡും ഒരു സ്ട്രോങ് ബേസാണ് പ്ലസ് സ്ട്രോങ് ആസിഡ്. അപ്പോൾ സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസ് ആണെങ്കിൽ പ്രൊഡക്റ്റ് എന്തായിരിക്കും? ന്യൂട്രൽ ആയിരിക്കും. ഇറ്റ് വിൽ ബി ന്യൂട്രൽ. അത് ന്യൂട്രൽ ആയിരിക്കും എപ്പോഴും. ഓക്കെ, അപ്പം എന്തല്ല? സോഡിയം ക്ലോറൈഡ് അല്ല. പിന്നെ വരുന്ന സോഡിയം കാർബണേറ്റ്. സോഡിയം കാർബണേറ്റ് എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ബേസ്, സോഡിയം ഹൈഡ്രോക്സൈഡും കാർബോണിക് ആസിഡും കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? സോഡിയം കാർബണേറ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ സോഡിയം കാർബണേറ്റ് ഫോം ചെയ്യുന്നത് ഒരു സ്ട്രോങ് ബേസ് പ്ലസ് വീക്ക് ആസിഡിനെ കൊണ്ടാണ്. സ്ട്രോങ് ബേസ് പ്ലസ് വീക്ക് ആസിഡ്. അപ്പോൾ ആസിഡിൻ്റെ സ്ട്രെങ്ത് ഇവിടെ കുറവാണ്. ആരാ സ്ട്രോങ്? ബേസാണ് ഇവിടെ സ്ട്രോങ്. അപ്പോൾ ഇതിൻ്റെ നേച്ചർ എന്തായിരിക്കും? ബേസിക് ഇൻ നേച്ചർ. ഓക്കെ, ഇത് ബേസിക് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവണം ഏതാണ് സ്ട്രോങ് ബേസ്, ഏതാണ് വീക്ക് ആസിഡ് എന്നൊക്കെ. കാർബോണിക് ആസിഡ് എന്ന് പറയുന്നത് ഓർഗാനിക് ആസിഡാണ്, അത് വീക്കാണ്. ഓക്കെ, നമ്മളുടെ കാർബൺ ഡൈ ഓക്സൈഡ് വെള്ളത്തിനകത്ത് ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സോഡ എന്ന് പറഞ്ഞ സാധനമല്ലേ, അതാണ് കാർബോണിക് ആസിഡ്. ഇനി അമോണിയം ക്ലോറൈഡ്, സി. അമോണിയം ക്ലോറൈഡ് ഇത് ഫോം ചെയ്തിട്ടുള്ളത് ഒരു വീക്ക് ബേസും സ്ട്രോങ് ആസിഡും കൊണ്ടാണ്. ഇവിടെ വീക്ക് ബേസ് ആൻഡ് സ്ട്രോങ്
ആസിഡ്, വീക്ക് ബേസും സ്ട്രോങ് ആസിഡും കൂടി ചേർന്നിട്ടാണ് ഇത് ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്ട്രോങ് ആരാണോ അവരുടെ നേച്ചറാണ് ഇത് കാണിക്കുക. അപ്പോൾ ഇയാളെന്താ എസിഡിക് ആണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ആൻസർ എന്താ? നമ്മുടെ അടുത്ത് എസിഡിക് ആരാണെന്നാണ് ചോദിച്ചത്. എസിഡിക് അമോണിയം ക്ലോറൈഡാണ്. ഈ പൊട്ടാസ്യം സൾഫേറ്റും കൂടി പറഞ്ഞുതരാം. K2SO4. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. K2SO4 എന്ന് പറയുന്നത്. K2SO4ൽ ഇതൊരു സ്ട്രോങ് ബേസും സൾഫ്യൂറിക് ആസിഡ് എന്ന് പറയുന്ന സ്ട്രോങ് ആസിഡും കൂടി ചേർന്നുണ്ടാവുന്നതാണ്. സ്ട്രോങ് ബേസ് പ്ലസ് സ്ട്രോങ് ആസിഡ്, രണ്ടുപേരും സ്ട്രോങ് ആകുമ്പം രണ്ടുപേരുടെയും ഗുണം അതിന് കാണിക്കില്ല, അത് ന്യൂട്രൽ ആവും. ആസിഡും അല്ല ബേസും അല്ല എന്നുള്ളത് ഇപ്പം ക്ലിയർ ആയോ? എങ്ങനെയാണ് എസിഡിക് ബേസിക് ന്യൂട്രൽ എന്ന് മനസ്സിലാക്കുക എന്നുള്ളത്? അത് സ്ട്രോങ് ആരാണോ, ബേസ് ആണോ ആസിഡ് ആണോ, അവർ സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ ആരാണോ അതിൻ്റെ നേച്ചറായിരിക്കും അവർ കാണിക്കുക. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ അമോണിയം ക്ലോറൈഡ് ഇസ് ഫോംഡ് ഫ്രം എ സ്ട്രോങ് ആസിഡ് HCl ആൻഡ് വീക്ക് ബേസ് അമോണിയം ഹൈഡ്രോക്സൈഡ്. സോ ഇറ്റ്സ് എക്വസ് സൊല്യൂഷൻ ഇസ് എസിഡിക്. അതിൻ്റെ എക്വസ് സൊല്യൂഷൻ എസിഡിക് ആയിരിക്കും. ഇനി മാച്ച് ദ ഫോളോയിങ് ആണ്. അപ്പോൾ ഇത് മെറ്റലർജി എന്ന് പറയുന്ന ഭാഗത്ത് വരുന്നതാണ്. നമ്മളിപ്പോൾ മിനറൽസ് എടുത്ത് അതിൻ്റെ അകത്തുനിന്ന് മെറ്റൽസിനെ സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് മെറ്റലർജി. അപ്പോൾ മെറ്റലർജിയുടെ ആദ്യത്തെ സ്റ്റേജാണ് ഈ നമുക്ക് കിട്ടുന്ന മിനറൽസിനെ അല്ലെങ്കിൽ ഓറിനെ കുറച്ചും കൂടി ശുദ്ധീകരിച്ചെടുക്കുക എന്നുള്ളത്, പ്യൂരിഫൈ ചെയ്യുക എന്നുള്ളത്. അതിൻ്റെ അകത്തുള്ള ആ എന്താ പറയുക വേസ്റ്റൊക്കെ അങ്ങോട്ട് റിമൂവ് ചെയ്യുക, ഡേർട്ടൊക്കെ റിമൂവ് ചെയ്യുക. അപ്പോൾ ഇവിടെ മെത്തേഡ് പറഞ്ഞെന്താ വെച്ചാൽ ഓർ പാർട്ടിക്കിൾസ് ആർ ഹെവിയർ ദാൻ ദ ഇമ്പ്യൂരിറ്റീസ്. അപ്പോൾ ഓർ പാർട്ടിക്കിൾസ് ഇമ്പ്യൂരിറ്റീസിനെ കാട്ടിയും വെയിറ്റ് ഉള്ളതാണെങ്കിൽ ഏത് പ്രോസസ്സാണ്? ഓർ പാർട്ടിക്കിൾസ് ഇമ്പ്യൂരിറ്റീസിനെ കാട്ടിയും ലൈറ്റർ വെയിറ്റ് ആണെങ്കിൽ ഏതാണ്? മാഗ്നറ്റിക് നേച്ചർ ആണെങ്കിൽ ഏതാണ്? അപ്പോൾ മാഗ്നറ്റിക് നേച്ചർ ഓഫ് ഓർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കുക അവിടെ എന്താണ് മാഗ്നറ്റിക് സെപ്പറേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സാണ് അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മളുടെ സെഡ് എന്താ നമുക്ക് കിട്ടിയത്? ZQ എന്ന് കിട്ടി അല്ലേ? നമുക്ക് വേണ്ടത് ZQ ആണ്. ഇനി ഓർ പാർട്ടിക്കിൾസ് ആർ ഹെവിയർ ദാൻ ഇമ്പ്യൂരിറ്റീസ്. ഹെവിയർ ദാൻ ഇമ്പ്യൂരിറ്റീസ്, ഓറിൻ്റെ പാർട്ടിക്കിൾസ് നല്ല തൂക്കമുള്ളതാണെങ്കിൽ അത് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് ലെവിഗേഷൻ എന്ന് പറയും. ലെവിഗേഷൻ. അപ്പോൾ നമുക്ക് Y എന്ത് കിട്ടി? 6 കിട്ടി. ലെവിഗേഷൻ. പിന്നെ ഓർ പാർട്ടിക്കിൾസ് ലൈറ്റർ ആണെങ്കിൽ സോപ്പ് പതേൻ്റെ കൂടെ ചളിയായിട്ട് പുറത്തേക്ക് വരും. ഓക്കെ, അപ്പം X ഏതാ വരുന്നത്? ഫ്ലോട്ടേഷൻ P. ലെവിഗേഷൻ ഓർ പാർട്ടിക്കിൾസ് ഓർ പാർട്ടിക്കിൾസ് ഹെവിയർ ആണ് വരുന്നത് അല്ലേ? അപ്പോൾ ഞാൻ മാറിപ്പോയി. X എന്താ? ഓർ പാർട്ടിക്കിൾസ് ഹെവിയർ എന്ന് പറയുന്നത് ലെവിഗേഷൻ 6 ഇവിടെ. ഓക്കെ, 6 ഇവിടെയാണ്. Y എന്താ? ഓർ പാർട്ടിക്കൽ ലൈറ്റർ എന്ന് പറയുമ്പോൾ ഫ്ലോട്ടേഷൻ. അപ്പോൾ നമ്മളുടെ ഓപ്ഷൻ എന്താ? RPQ. അപ്പോൾ ഇതിലേതാ? D ആണ്. ഓക്കെ, RPQ. ക്ലിയർ ആയല്ലോ? അപ്പം ഞാൻ പറഞ്ഞത് ഒരു എക്സ്പ്ലനേഷനാണ് അവിടെ. ലെവിഗേഷൻ വർക്ക്സ് ഓൺ ഡിഫറൻസ് ഇൻ വെയിറ്റ്. വെയിറ്റ് കൂടുതൽ ആരാണോ അത് നമ്മൾ സെപ്പറേറ്റ് ആവുക ലെവിഗേഷൻ പ്രോസസ്സ് കൂടെ. ഫ്ലോട്ടേഷൻ എന്താണ്? ഓർ ലൈറ്റർ ആണെങ്കിൽ ഫ്ലോട്ട് ചെയ്യും. മാഗ്നറ്റിക് സെപ്പറേഷൻ മാഗ്നറ്റിക് ഓർസാണ്, അയൺ പോലത്തേന് അതാണ് യൂസ് ചെയ്യുക. ഓക്കെ, ഇനി 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് അടുത്ത് 5 മുതൽ 11 വരെയുള്ള ചോദ്യത്തിൽ. അതിൽ നമുക്ക് തന്നിട്ടുള്ള എ റിവേഴ്സിബിൾ റിയാക്ഷൻ ഇൻ ഇക്വിലിബ്രിയം ഇസ് ഗിവൺ. ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് റിവേഴ്സിബിൾ റിയാക്ഷനാണ് അല്ലേ? ഫോർവേഡ് റിയാക്ഷനുണ്ട്, ബാക്ക്വേർഡ് റിയാക്ഷനുണ്ട്. അപ്പം ഇവിടെ നൈട്രജൻ ഓക്സൈഡ്, നൈട്രസ് ഓക്സൈഡ് പ്ലസ് ഓക്സിജൻ മിക്സ് ചെയ്താൽ നമുക്ക് 2 നൈട്രജൻ ഡയോക്സൈഡ് കിട്ടും പ്ലസ് ഹീറ്റും. നമുക്കിവിടെ പറയേണ്ടത് എന്തെങ്കിലും 2 മാറ്റങ്ങൾ കോൺസെൻട്രേഷനിലോ പ്രഷറിലോ മാറ്റം വരുത്തി നമുക്ക് നൈട്രജൻ ഡയോക്സൈഡിൻ്റെ അളവ് കൂട്ടണം. അത് കൂട്ടാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? അതാണ് നമ്മുടെ അടുത്ത് ചോദിച്ചത്. അപ്പോൾ നമുക്ക് ആ റിയാക്ഷൻ ഒന്നും കൂടെ എഴുതാം. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വഴി എന്താ വെച്ചാൽ, ഒന്നെങ്കിൽ ഈ നൈട്രജൻ ഓക്സൈഡിൻ്റെയോ അല്ലെങ്കിൽ ഓക്സിജൻ്റെയോ ഇതിൻ്റെ രണ്ടിൻ്റെയും കോൺസെൻട്രേഷൻ കൂട്ടാം കേട്ടോ. ഇൻക്രീസ് കോൺസെൻട്രേഷൻ ഓഫ് നൈട്രജൻ ഓക്സൈഡ് ഓർ ഓക്സിജൻ, ഇതിലേതെങ്കിലും ഒന്നിൻ്റെ കോൺസെൻട്രേഷൻ അങ്ങോട്ട് കൂട്ടാം. പിന്നെ ഫോം ചെയ്യുന്ന നൈട്രജൻ ഡയോക്സൈഡിനെ അപ്പം അങ്ങോട്ട് റിമൂവ് ചെയ്യാം. ഓക്കെ, അതിനപ്പം അങ്ങോട്ട് റിമൂവ് ചെയ്ത് കളയാം. അപ്പം എന്ത് ചെയ്യാൻ പറ്റും? ഇതിൻ്റെ നൈട്രജൻ ഡയോക്സൈഡ് അളവ് കൂടും നമുക്ക് കാണാൻ പറ്റും. പിന്നെ വേറൊരു വഴി എന്താ വെച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പ്രഷർ അങ്ങോട്ട് കൂട്ടാം. ഓക്കെ, ഇൻക്രീസ് കോൺസെൻട്രേഷൻ ഓർ നമ്മളവിടെ പ്രഷർ അങ്ങോട്ട് ഇൻക്രീസ് ചെയ്യാം.
പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പം അവിടെ ഒരു പ്രത്യേകത ഉണ്ട്. ലാഷറ്റ്ലേസ് പ്രിൻസിപ്പിൾ പ്രകാരം ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഏത് ഭാഗത്താണോ പ്രഷർ കുറവ് നമ്മൾ പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പം ആ സൈഡിനെ അത് ഫേവർ ചെയ്യും എന്നാണ്. അപ്പം പ്രഷർ കുറഞ്ഞ ഭാഗം എവിടെയാണോ, ഇപ്പോൾ അല്ലെ നമ്പർ ഓഫ് മോൾസ് നമുക്ക് നോക്കാം. ഇവിടെ 2 നമ്പർ ഓഫ് മോൾസേ ഉള്ളൂ. ഇവിടെ 2 + 1 3 മോൾസ് ഇവിടെ ഉണ്ട് അല്ലേ, 3 മോൾസ് ഇവിടെ ഉണ്ട്. ഇവിടെ 2 മോൾസേ ഉള്ളൂ. അപ്പോൾ എവിടെയാണ് നമ്പർ ഓഫ് മോൾസ് കുറവ് ആ ഭാഗത്തേക്ക് നമ്മൾ പ്രഷർ കൂടുതൽ കൊടുക്കുമ്പം അതിൻ്റെ ഫോർമേഷനാണ് ഫേവർ ചെയ്യുക എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്കൊരു വഴി എന്താ, കോൺസെൻട്രേഷൻ ഓഫ് നൈട്രജൻ ഓക്സൈഡോ ഓക്സിജനോ കൂട്ടുക, അല്ലെങ്കിൽ ഫോം ചെയ്യുന്ന അനുസരിച്ച് നൈട്രജൻ ഡയോക്സൈഡിനെ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുക, അതല്ലെങ്കിൽ പ്രഷർ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഈ സിസ്റ്റത്തിന് പ്രഷർ അങ്ങോട്ട് കൂട്ടി കൊടുക്കുക, 1 അറ്റ്മോസ്ഫിയറോ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ പ്രഷർ കൂട്ടുക. അങ്ങനെ വരുമ്പം എവിടെയാണോ മോൾസ് കുറവ് ആ ഭാഗത്തിന് ഫേവേർഡ് ആവും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നൈട്രജൻ ഡയോക്സൈഡ് കൂടുതൽ ഫോം ചെയ്യും. ഓക്കെ, എല്ലാവർക്കും ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ അടുത്ത ഭാഗം ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളൊന്നും കൂടെ വീഡിയോ വാച്ച് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു ഓൾ ഓഫ് യു.